ഹലോ വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഓർഡർ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ല ഈ ഒരു മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവിങ് ചെയ്യിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സാണ്. അപ്പോൾ ലാർജായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇട്ടുവെക്കുന്ന ഓർഡേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും, എ സോൺ ഓൺ ദ ചാർട്ട് where large institutional orders were likely placed, often visible as the last opposing candle before a strong structure breaking move. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ട്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ഉണ്ട്, അതുപോലെ തന്നെ ബിയറിഷ് ഓർഡർ ബ്ലോക്കും ഉണ്ട്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈസ് ദ ലാസ്റ്റ് ഡൗൺ ക്യാൻഡിൽ, അതായത് ഫസ്റ്റ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അപ് ട്രെൻഡിലായിരിക്കും നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കുന്നുണ്ടാവുക. ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ലാസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള ഡൗൺ ക്യാൻഡിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, അതായത് ഓരോ സ്വിംഗ് ലോയിലും വരുന്ന ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ആണ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിഫോർ റാലി, അതായത് ഇവിടെ ഓരോ സ്വിംഗ് ലോയിലും ഇട്ട് വെച്ചിട്ടുള്ള ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിന് ശേഷം വരുന്ന മാർക്കറ്റ് മൂവ്മെൻറ്റ്, അതായത് റാലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ഓർഡറിനെയാണ് സെല്ലിംഗ് ക്യാൻഡിൽ, അതാണ് നമ്മൾ ബുള്ളിഷ് ഓർഡറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, അതായത് പ്രൈസ് ലാസ്റ്റ് ഒരു റാലി തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ ബൈയിങ് ക്യാൻഡിലാണ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ബൈയിങ് ക്യാൻഡിൽ നടന്നതിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്തു വെക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓർഡർ എന്തുകൊണ്ടാണ് ഇത് വാലിഡ് ആവാൻ കാരണം? വൈ ദ മാറ്റർ? പ്രൈസ് ഓഫ്റ്റൻ റിട്ടേൺസ് ടു ദ സോൺസ് ബിഫോർ കണ്ടിന്യൂയിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സാണ് ഈ ഓർഡേഴ്സ് ഇട്ട് വെക്കുന്നത്. സോ അവർ ഈ ഒരു മാർക്കറ്റിനെ കണ്ടിന്യൂ ആയിട്ട് അവർ ഏത് ഡയറക്ഷനിലോട്ടാണ്, ലെറ്റ്സ് സേ ഇപ്പോൾ അവർ സെല്ലിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ ഓർഡർ വീണ്ടും റിട്രേസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ ഒരു തവണ കൂടിയും വരും. ആ വരുന്ന സമയത്ത് ഫസ്റ്റ് അവർ ഓർഡർ ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ എക്സിക്യൂഷൻസ് ചെയ്യുന്നത്. സോ അതിന് ശേഷം മാത്രമേ ഉള്ളൂ അവരെന്ത് ചെയ്യുള്ളൂ, കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള റാലി അല്ലെങ്കിൽ ഡ്രോപ്പ് നടത്തുന്നുള്ളൂ ഇവിടെ മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ലൈവായിട്ടുള്ള ചാർട്ടിൽ എങ്ങനെയാണ് ഇത് നോക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഹൗ ടു സ്പോട്ട് ആൻ ഓർഡർ ബ്ലോക്ക്, എ 4 സിമ്പിൾ സ്റ്റെപ്പ് അപ്രോച്ച് ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ അതിൻ്റെ സ്ട്രോങ് മൂവ്, എവിടെയാണ് ഒരു സ്ട്രോങ് ഇമ്പൾസീവ് പ്രൈസ് മൂവ് നടക്കുന്നതെന്നുള്ള ഏരിയ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. രണ്ടാമത്തേത് വരുന്നത് ട്രേസ് ഇറ്റ് ബാക്ക്, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഓപ്പോസിറ്റ് കളർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നേരെ മറിച്ച് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരുന്ന ബൈയിങ് ക്യാൻഡിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലൈൻ വരച്ചിട്ട് നോക്കുക. അതിനുശേഷം നാലാമത്തത് അവിടെ പ്രൈസ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ആ ഓർഡർ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്. ഓക്കെ, ഇനി ഇവിടെ ഓർഡർ ബ്ലോക്കിൻ്റെ പാറ്റേൺസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ലാസ്റ്റത്തെ സെല്ലിംഗ് ക്യാൻഡിലാണ് ഞാൻ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതായത് ബൈയിങ് നടക്കുന്ന സമയത്ത് ഓരോ സ്വിംഗ് ലോസിലും വരുന്ന ലാസ്റ്റത്തെ സെല്ലിംഗ് ക്യാൻഡിൽസ് ആണ് എന്ത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സ്വിംഗ് ലോയിൽ വരുന്ന ലാസ്റ്റത്തെ സെല്ലിംഗ് ക്യാൻഡിലാണ് എന്ത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ പ്രൈസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് മുകളിലോട്ട് ഒന്ന് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ആ ഒരു ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വീണ്ടും അടിയിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു നോട്ടീസ് ഹൗ ദ അഗ്രസീവ് ദ പ്രൈസ് റിയാക്ട് ടു ഹൈ ഓഫ് ദ ഓർഡർ ബ്ലോക്ക്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പ്രൈസ് ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം അഗ്രസീവായിട്ട് റിജക്ഷൻസ് നടക്കുന്നത്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ആയിട്ടുള്ള ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെല്ലിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. സോ ഈ ഒരു ഓർഡർ ഇവിടെ വാലിഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം.
പിന്നെ വീണ്ടും ഇവിടെ ചെറിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവിടെ ഇട്ട് വെച്ചിട്ടുള്ള ലാസ്റ്റത്തെ സെല്ലർ ഓർഡറാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ പ്രൈസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വീണ്ടും അടിയിലോട്ട് വന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും പ്രൈസ് വീണ്ടും ഇവിടെ ഒരു ആ ഓർഡർ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും പ്രൈസ് എന്താ സംഭവിക്കുന്നത്, മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വീണ്ടും പ്രൈസ് ഇവിടെ ഒരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്, സെൽ ഓർഡർ. ആ ഓർഡർ സ്റ്റിൽ ആക്റ്റീവാണ്. ഈ ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് എന്ത് സംഭവിച്ചിട്ടില്ല, ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലോട്ട് വന്നില്ല. പക്ഷേങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ പ്രൈസ് അടിയിലോട്ട് വന്ന് ഈ ഓർഡർ ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്നല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് അപ് ട്രെൻഡിലോട്ട് തന്നെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് റിവേഴ്സായി ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ച് പ്രൈസ് അടിയിലോട്ട് വരും. ഓക്കെ, രണ്ട് ഓപ്ഷനും നടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഓർഡേഴ്സിൽ വന്ന് പ്രൈസ് റിയാക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അവിടെ മാർക്കറ്റ് പ്ലേ ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷമേ ഉള്ളൂ എൻട്രി എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സെല്ലിംഗ് ഓർഡർ ബ്ലോക്കിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഇവിടെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ സ്വിംഗ് ഹൈയിലും ആയിരിക്കും എന്തുണ്ടാവുക, ലാസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള സ്വിംഗ് ഹൈസിലുള്ള ഓർഡേഴ്സാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ലർ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ ലാസ്റ്റ് വരുന്ന ബൈയിങ് ക്യാൻഡിലാണ് നോക്കേണ്ടത്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് വന്നിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ബൈയിങ് ക്യാൻഡിൽ പ്രൈസ് എന്ത് ചെയ്യുകയാണ്, റിട്രേസ് ചെയ്തിട്ട് ആ ബൈയിങ് ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഡൗൺ മൂവ് നടന്നു, പിന്നെ വീണ്ടും ഒരു റിട്രേസ്മെൻറ്റ് വന്നു. ഓക്കെ, അതിനുശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെ ലാസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബൈയിങ് ക്യാൻഡിലാണ് അടുത്ത ഓർഡർ വരുന്നത്. പ്രൈസ് എന്ത് ചെയ്യുന്നത്, റിട്രേസ്മെൻറ്റ് സംഭവിക്കുന്നു. ഈ റിട്രേസ്മെൻറ്റ് ആ പ്രൈസ് ഈ ഒരു ബൈയിങ് ഓർഡർ ക്ലോസ് ചെയ്തു ഇവിടെ. അതിനുശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഡൗൺ റാലി നടന്നു അല്ലേ. അതിനുശേഷം വീണ്ടും പ്രൈസ് ഒന്ന് മുകളിലോട്ട് ചെറിയ രീതിയിൽ ഷിഫ്റ്റ് നടന്നു. ദെൻ വീണ്ടും പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഈ ഒരു ഓർഡർ വന്ന് റിയാക്ട് ചെയ്തു, അതായത് ഈ ഒരു ബിയറിഷ് ഓർഡർ ഫസ്റ്റ് റിയാക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം പ്രൈസ് വീണ്ടും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഈ ഹൈയിലുണ്ടായിട്ടുള്ള ലാസ്റ്റത്തെ ബൈയിങ് ക്യാൻഡിലാണ് എന്ത്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ഫസ്റ്റ് ഡൗൺ നടന്നു, അതിനുശേഷം ഒരു ചെറിയ റിട്രേസ്മെൻറ്റ് വന്നു. ഈ റിട്രേസ്മെൻറ്റിൻ്റെ സമയത്ത് പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, ഓർഡർ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് റിട്രേസ്മെൻറ്റ് നടന്ന് പതുക്കെ വന്ന് ആ ഓർഡർ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്തു, ഓർഡർ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിന് ശേഷമാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള റാലി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽസ് ഒന്നും ഒരിക്കലും ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ല മാർക്കറ്റിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു റീറ്റെയിൽ ട്രേഡറിന് ഇതുകൊണ്ട് സാധിക്കില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ആയിട്ടുള്ള മാർക്കറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഇത്രത്തോളം രീതിയിലുള്ള ഹ്യൂജ് മൊമെൻറ്റം ക്യാൻഡിൽസൊക്കെ മാർക്കറ്റിൽ വരുള്ളൂ. സോ പ്രൈസ് ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ബിയറിഷ് ഓർഡർ ബ്ലോക്കും ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും. ഈ ഒരു പ്രോസസ്സിലാണ് ഇവിടെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഓർഡർ റിയാക്ട് ചെയ്തതിന് ശേഷമാണ് അടിയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് നമ്മൾ നോക്കി മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ട്, മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സ്വിംഗ് ഹൈയും സ്വിംഗ് ലോസും, അതുപോലെ തന്നെ ട്രെൻഡ് ഡയറക്ഷൻസ്, അപ്പ് ട്രെൻഡ് നമ്മൾ നോക്കി, ഡൗൺ ട്രെൻഡ് നോക്കി. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡ് ഡയറക്ഷൻസ് നിങ്ങളെപ്പോഴും ഒരു മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ വേണം, മാർക്കറ്റ് കറൻറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്. രണ്ടാമത്തേത് ആ ഒരു ഡയറക്ഷൻ കൺഫേം ചെയ്യാൻ നമുക്കിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കാം, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തേത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് സിഗ്നൽസ് പോസിബിളായിട്ട്, അതായത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ റിവേഴ്സ് ആയിട്ടുണ്ടോ, അതായത് ട്രെൻഡ് റിവേഴ്സ് ആവുന്നുണ്ടോ, അതിന് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നോക്കാം. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ഓർഡർ ബ്ലോക്ക്, എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് നോക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്ക് നമ്മൾ പഠിച്ചു, ഒന്ന് ബുള്ളിഷ് ഓർഡറും രണ്ടാമത്തേത് ബിയറിഷ് ഓർഡറും. ഈ ബുള്ളിഷ് ഓർഡർ നമ്മൾ അപ്പ് ട്രെൻഡിലാണ് നോക്കുന്നത്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഡൗൺ ട്രെൻഡിലാണ് നോക്കുന്നത്. ഓക്കെ, ഈ ബുള്ളിഷ് ഓർഡർ നമ്മൾ നോക്കുന്നത് ലാസ്റ്റത്തെ സെല്ലിംഗ് ക്യാൻഡിലാണ്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ലാസ്റ്റത്തെ ബൈയിങ് ക്യാൻഡിലാണ്. സോ ഇത് ടോട്ടലായിട്ട് നിങ്ങൾ ഒന്നുകൂടി വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഒന്നുകൂടി നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലൈവായിട്ട് റിയൽ ടൈം ചാർട്ടിൽ
മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ആ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ നോക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിനെ പറ്റിയുള്ള നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.